കണക്കുകളാണ് വെളിവിടുന്നത്. ഒരു പ്രൊഡ്യൂസറിന് പക്ഷെ ലാഭം ഉണ്ടാവുന്ന അല്ല, ഇങ്ങനെ ഒരു കണക്ക് പ്രൊഡ്യൂസറാണ്. പക്ഷെ പലപ്പോഴും താങ്കളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുള്ളത് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസിന്റെ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയുക? കാരണം വെച്ചാൽ താങ്കൾ മലയാള സിനിമയെ വാഴ ശ്രമിക്കുന്നു, മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിന് അവസരങ്ങൾ നഷ്ടപ്പെടും, ഇത് ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല എന്നൊരു ഇതൊക്കെ വന്നായിരുന്നു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ശരിക്കോ? അല്ല, ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. നമ്മളിപ്പോ ഒരു ബൈക്ക് ഇങ്ങനെ വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിട്ട് പൊക്കൊണ്ടിട്ട് ഇരിക്കുമ്പോൾ കാറ്റ് ഈ വശത്തേക്ക് വരും, നമ്മൾ മുഖത്തടിക്കും, ഇങ്ങനെ മുടികളെല്ലാം ഇങ്ങനെ ചെതറിപ്പോവും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയൊക്കെ ചീവി നല്ല പക്കയായിട്ടായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ പല വശത്തേക്ക് പോകും. പിന്നെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടെ മുടി റെഡിയാക്കി വെക്കണമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോൾ പലതരം കാറ്റുകൾ വരും, നമ്മളത് ഫേസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകണം. ഇവര് പ്രൂവ് ചെയ്യണം, മനസ്സിലായോ? നമ്മൾ ഓരോ സിനിമകളും റിസ്ക് ആണ്. ഇപ്പൊ ഈ സിനിമ ഇത്രയും കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്നു. ഈ സിനിമ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പല ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവൻ പറയുന്നു. ഇതിനെല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരവരുടെ ആ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ അവരുടെ അപ്പോഴത്തെ ഒരു ഫീലിങ്സിനോ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നമില്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാത്തൊരു ഇതിലേക്ക് പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. കാലം ഒരു മാറ്റം ഇതിന് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനും ഈ ഇൻഡസ്ട്രി നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സിനിമേനെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. സിനിമ മാത്രമാണ് നമ്മുടെ സ്വപ്നം. നമ്മളിപ്പോൾ 4-5 സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ 2 സിനിമ വിജയിക്കും, 3 സിനിമ പരാജയപ്പെടും. വീണ്ടും നമ്മളൊരു അവസാനം ഇതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. നമ്മളിപ്പോ എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മജീഷ്യൻ അല്ലല്ലോ. മജീഷ്യന്മാരുടെ പോലും മജീഷ്യൻ പരിപാടികൾ എത്രയോ സ്ഥലത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിലൊന്നും വലിയ കഥയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പോയിക്കൊണ്ടിട്ടേയിരിക്കും, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിട്ടേയിരിക്കും. കഥ നിൽക്കത്തില്ല. എന്ന് എൻ്റെ പൈസയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം വരെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടേയിരിക്കും. അതെന്റെ ലക്ഷ്യമാണ്. അതിപ്പോ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ചോദിക്കുക, ഇപ്പൊ അസോസിയേഷൻ മെമ്പർ ആയിട്ടൊന്നല്ല, ഒരു പ്രൊഡ്യൂസർ എന്നല്ല ചോദിക്കുക. അപ്പം ഓരോ മാസം പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഇത് കളക്ഷൻ റെക്കോർഡുകൾ വരുന്നുണ്ടല്ലോ, അപ്പൊ ശരിക്കും പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ലല്ലോ. എന്റെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വരുമല്ലോ എല്ലാവരും. അപ്പം നമ്മൾ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് സത്യം പറഞ്ഞ പേടിയാണ്. ഇത്തരത്തിലുള്ള റിവ്യൂവേഴ്സിനെയും സിനിമയെ പറ്റി നമ്മൾ കണ്ടിട്ട് കൂടിയില്ല ആൾക്കാർ, അങ്ങനെയുള്ളവർ കൂടി മോശം പറയുമ്പോൾ നമുക്കൊക്കെ, നമ്മൾ ഈവൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അപ്പോഴേ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് ആൾക്കാർ ഇതിനെപ്പറ്റി മോശം പറയുമോ, അങ്ങനെയാണ് ആദ്യം ചിന്ത പോകുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ റിവ്യൂവേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ടോട്ടലി ഒരു പടത്തിനെ മൊത്തത്തിൽ വലിച്ചു കീറുക, സീൻ ബൈ സീൻ നമ്മൾ അതിനെ ഹെയ്റ്റ് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്ന റിവ്യൂസ് ആൾക്കാർ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ റിവ്യൂ സത്യമാണോ? ഇപ്പൊ നിങ്ങളൊരു പടത്തിനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തോ ആയിക്കോട്ടെ, നല്ലതിനെ നല്ലതിനും മോശത്തിനെ മോശം തന്നെ പറയണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാ സിനിമകളെയും നല്ലതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ട്, അതും കൂടി ഓർക്കുക. ഷാരിസ്ക പറഞ്ഞ പോലെ ഇപ്പൊ മലയക്കോട്ട വാലിബന്റെ കാര്യം പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ആ സിനിമ എനിക്ക് അറിയില്ല, ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച ഒരാളാണ്, ലാലേന്റെ ഫാൻ കൂടി ആയതുകൊണ്ട്. പക്ഷെ അത് മാത്രമല്ല, ആ മൂവി വളരെ നാടകീയമായിട്ട് ഒരു തിയേറ്റർ ബേസ് ഉള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, ഒരുപാട് സാധാരണ ജനങ്ങൾക്കൊന്നും അത്ര ഡൈജസ്റ്റ് ആയില്ല. പക്ഷെ ഒരു ഹെയ്റ്റ്, ഒരു വെറുപ്പ് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പടത്തിന് ഈ പറയുന്ന പോലെ ബാഡ് റിവ്യൂസ് വരുമ്പോൾ എനിക്ക് അറിയില്ല, ഈ വളരെ മോശമായിട്ട് തന്നെ പറയണം. കാരണം അത്രയും വെറുപ്പ് തന്നെ, ഷാരിസ്ക പറഞ്ഞ പോലെ വെറുപ്പാണ് ആ ഒരു റിവ്യൂ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത്. അത്തരത്തിൽ മോശം പറയാനുള്ളതാണോ ഈ സിനിമ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം മറ്റൊരാളുടെ അഭിപ്രായം നമ്മൾ ഒരിക്കലും കടമെടുക്കരുത്. നമ്മൾ തന്നെ സിനിമ പോയി കണ്ട് നമ്മളുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം. അഭിപ്രായം പറയുമ്പോഴും അതിൽ ഒരു തന്മയത്വം ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. മലയാള സിനിമയിലെ ലിസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള രാഷ്ട്രീയമായിരിക്കും പറയുന്നത്. ഇപ്പം ക്യൂനിലായാലും ശരി, മലയാള ഫിലിം ഇന്ത്യയിലും ശരി, ജനഗണമനയായാലും ശരി, ഇപ്പം പ്രിൻസിലായാലും ശരി, ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്, സൊസൈറ്റി എനിക്ക് ഒരു പ്രതിഷേധം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5-6 വർഷമായിട്ട് അറിയുന്ന ബിന്ദു സ്റ്റീഫൻ എന്ന സംവിധായകൻ
ബിന്ദോയുടെ ലൈഫിൽ നിന്നാണ് എനിക്ക് പ്രിൻസിനെ കിട്ടുന്നത്. അതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അല്ലാതെ നമ്മൾ എഴുത്തിൽ വരുന്ന നമ്മളൊരു സാമൂഹിക ജീവിയാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എവിടെയൊക്കെയോ വന്നു പോകുന്നതാണ്. ഇന്നതിന് വേണ്ടിയിട്ടെന്ന് ഞാൻ പറഞ്ഞ് എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയോ സിനിമയോട് വല്ലാതെ ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് വെച്ച് സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. നമ്മളൊരു സിനിമ ചെയ്തു പോയി, നമുക്ക് സിനിമ ചെയ്തത് മോശമായാൽ അത് മോശം സിനിമ മാത്രമാണ്, അത് വെറുക്കപ്പെടേണ്ട ഒരു സിനിമയല്ല. ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതി തോറ്റാൽ അത് തോറ്റ ഒരു വിദ്യാർത്ഥി എന്നല്ലാണ്ട് വെറുക്കപ്പെട്ടവനാണ് എന്ന് തൊട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന മഹാനടന്മാരോട്, അതുല്യ സംവിധായകരോടൊക്കെ വെറുപ്പ് വന്നു തുടങ്ങിയത്. നിങ്ങൾ ആലോചിക്കേണ്ടല്ലേ അല്ലേ? നമ്മള് മഹാനടന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്ന, മനസ്സിൽ കൊണ്ടുനടക്കുന്ന കലാകാരന്മാരോട് എന്ന് തൊട്ടാണ് അവരിന്മേൽ വെറുപ്പ് ഉൽപ്പാദിക്കാൻ തുടങ്ങിയത്. ആ വെറുപ്പിന് തടയിട്ടിരിക്കും. ഈ പറയുന്ന ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അതാണ്. ആ വെറുപ്പ് അതുല്യ നമ്മളൊക്കെ ഇവിടെ ഒരുമിപ്പിക്കുന്ന എന്താണ്? ജാതിയോ മതമോ ലിംഗമോ വർണ്ണമോ ഒന്നല്ലോ, സിനിമയാണ്. എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും, അപ്പുറത്ത് ഒരു മിനിസ്റ്ററിന്റെ പത്രസമ്മേളനം കവർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഉത്സാഹത്തോടെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കും. അത് സിനിമയോടുള്ള സ്നേഹമാണ്. നമ്മളൊക്കെ ഒരു വർഷം ലിസൺ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ലിസൺ ഓഫീസിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ കാര്യങ്ങളിൽ. ഒരുമിച്ച് ഞാൻ ലിസണൊക്കെ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം, ഈ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ 5 മിനിറ്റോ 10 മിനിറ്റോ റിവ്യൂവിൽ പണയം വെക്കാൻ ഞങ്ങൾ റെഡിയല്ല. ആ റെഡിയല്ല എന്നുള്ളതിന്റെ മറുപടിയാണ് ഓൾ കേരളയിൽ ഈ പറയുന്ന ജനങ്ങൾ വന്നിട്ട് തിയേറ്ററിൽ കാണുന്നത്. അത് ഇനിയെങ്കിലും ഞാൻ ഈ സിനിമ വെച്ചിട്ടല്ല പറയണത്. ഐ നോ ഐ ആം പ്ലെഡ്ജിങ് മൈസെൽഫ്. എനിക്ക് സംഭവിക്കുന്നത് എന്തോ ആവട്ടെ, സിനിമ ഇല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അധ്യാപകനാണ് ഞാൻ. കോളേജിൽ പഠിപ്പിക്കാൻ പോകും, അല്ലെങ്കിൽ മൊനമ്പം ഹാർബറിൽ മീൻ ചോക്കാൻ പോകും. പക്ഷെ ഈ വെറുപ്പിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഈ വെറുപ്പ് ഇവിടെ തീരണം. എനിക്ക് ലാൽ സാർ എന്ന മഹാനടനെ വെച്ച് ലിജോ ജോസ് പല്ലിശ്ശേരി സാർ ഒരു പടം ചെയ്തിട്ട് ഞാൻ ആ സിനിമ മലയക്കൊട്ട വാലിബം കണ്ടു വരുമ്പോൾ ഞാൻ കാണുന്നത് ലിജോ സാർ നടത്തുന്ന പ്രസ് മീറ്റ് ആണ്. അതിൽ അദ്ദേഹം പറയാണ്, എന്തിനാണ് ഇത്രയധികം ഹെയ്റ്റ് ഒരു സിനിമയോട്? ചിന്തിക്കേണ്ട വാക്കുകളില് എന്തിനാണ് ഒരു സിനിമയോട് ഇത്രയധികം ഹെയ്റ്റ്? ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല, അത് പറയാലോ. റെസ്പെക്ട് വിട്ടിട്ട് ഒന്നിനും ഈ ഫ്രട്ടേണിറ്റി, നമ്മളൊക്കെ ഒരു ഫ്രട്ടേണിറ്റിയാണ്. ആ ഫ്രട്ടേണിറ്റി നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ വി ഓൺ ദ റെസ്പെക്ട്. നമ്മളെല്ലാവരും വി ആർ ഹംബിൾഡ് ബൈ ദി സക്സസ്. ആ സക്സസ് ഈ ഹെയ്റ്റിനെതിരെയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. ഈ സിനിമയിലെ റിലീസിന്റെ തലേദിവസം എല്ലാ റിവ്യൂവേഴ്സിനും എല്ലാവരും പേഴ്സണലി വിളിച്ചിട്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ഞങ്ങളുടെ ബേബിയാണ്. ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ബേബിയാണ്. പക്ഷെ ഒരിക്കൽ പോലും നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പടച്ചവൻ സത്യം. എന്റർടൈൻമെന്റ് കിഴിയിലെ ജിനേഷിനെ നിങ്ങൾ വിളിച്ചു ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ സിനിമ കാണണം, സിനിമയെക്കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഓൺ ക്യാമറ പറയണം. ഓൺ ക്യാമറ. ഇത് ഞങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അത് റൈറ്റാണ്, മീഡിയയുടെ റൈറ്റാണ്. പക്ഷെ ഈ പറയുന്ന വെറുപ്പിന്, അപ്പൊ ജിനേഷിനോട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വിളിച്ചു കേട്ടോ. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. സീക്രട്ട് ഏജന്റിലെ സായിനെ വിളിച്ച് പലവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? പബ്ലിക്കായിട്ട് നിങ്ങൾ വിമർശിച്ചോ, പക്ഷെ ഈ വെറുപ്പിന് ഇനി മുതൽ ഞങ്ങൾ നിന്ന് കൊടുക്കില്ല. സിനിമ ആസ് എ ഫ്രട്ടേണിറ്റി വി വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഹേറ്റ്, വി വിൽ സ്റ്റാൻഡ് ഫോർ സിനിമ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. താങ്കൾ ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ താങ്കൾ അഭിനന്ദിക്കുന്നു, താങ്കളുടെ പേനകൾ ഇനിയും ചലിക്കണം, ഒരു മാറ്റമില്ല, ഇനിയും ഇങ്ങനെ പേനകൾ ചലിക്കണം. താങ്കളിലേക്ക് ചില ആളുകൾ താങ്കളെ കുറ്റപ്പെടുത്തി ഇതിനു മുമ്പ് സിനിമയിലേക്കൊക്കെ വരുന്നുണ്ട്. താങ്കളിലേക്കും ഒരു വെറുപ്പിടുന്നു. എന്താണ് ഈ സമൂഹം ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷെ താങ്കൾ ഇനി എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കണം. താങ്കളുടെ കഥകൾ അത്ര കാമ്പുള്ള കഥകളാണ് സിനിമകളെല്ലാം ഇരിക്കുന്നത്. ജനങ്ങളെ ഒട്ടങ്ങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൻ്റെ ആഴത്തിൽ തട്ടുന്ന കഥകളാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞു ലിസ്റ്റിൻ്റെ ഓഫീസിൽ നിന്ന് ഒറ്റയ്ക്ക് കറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് താങ്കളുടെ കണ്ണുനീര്, ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ണുനീരിൻ്റെ ഫലമാണ് ഈ സിനിമ ഇത്രയും വിജയമായ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയുള്ള കഥകൾ എഴുതുമ്പോഴും പല കാര്യങ്ങൾ ആലോചിക്കേണ്ട വരും. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും താങ്കളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്?
ഹൈദർക്ക് ഇത് നമ്മളുടെ ഒരു അടുത്ത സിനിമ എവിടെ നിന്നാ വരിക എന്ന് നമുക്കറിയില്ല. നമുക്ക് എവിടെ നിന്നാണ് അടുത്തൊരു ഇത് കിട്ടുക എന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് എന്റെ സിനിമ ഞാൻ ഇറലവന്റ് ആണ് ഹൈദർക്ക, ഞാൻ ഇറലവന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 100 വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യം പറയണം. ആ ഇൻഡസ്ട്രിയിലെ ഞാൻ ആരാധിക്കുന്നവരെ അവരോട് എനിക്ക് വെറുപ്പ് സൈക്കിൾ ഹൈദർക്ക. എനിക്ക് സൈക്കിള ലാൽ സാറിനെ മോശമായിട്ട് പറയുമ്പോ, എനിക്ക് സൈക്കിള മമ്മൂക്കാനെ മോശമായിട്ട് പറയുമ്പോ, ദിലീപേട്ടനെ പറഞ്ഞ എനിക്ക് ഒരിക്കലും സഹിക്കില്ല. ഐ എം എ ദിലീപ് ഫാൻ. ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയണം, ഞാൻ ഇവിടെ നമ്മൾ വേറെ ഇതിലേക്ക് പോകും. ഞാൻ ഈ പറയുന്നൊന്നും പ്ലീസ് ആസ് എ റൈറ്റർ നിങ്ങൾ എടുക്കരുത്. സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഒരാളായിട്ട് പറയണം ഹൈദർക്ക പ്ലീസ്. അത് അതിനെ വേറൊരു കോണ്ടെക്സ്റ്റിലായി പോരുത്. നമുക്ക് അടുത്ത സിനിമ എവിടെന്നാ വരിക എന്നറിയില്ല. എന്റെ അടുത്ത സിനിമ വിജയം പരാജയം, ഐ എം ഇറലവന്റ് ഹൈദർക്ക. പക്ഷെ സിനിമയോട്, ആർട്ടിസ്റ്റിനോട്, സിനിമയോട് റെസ്പെക്ട് വേണം. ഒരു പാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ, അതോ ദിലീപ് എന്ന വ്യക്തി അത് ബോധപൂർവം ആ സമൂഹമായിട്ട് സംവദിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഡയലോഗുകളാണോ, അതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ വരുന്ന ഡയലോഗ് ഡെലിവറി? ഒരിക്കലുമല്ല. രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഫുൾ ഷൂട്ടിംഗ് തീർന്ന് ഫുൾ ഡബ്ബിംഗ് തീർന്ന സിനിമയാണ്. അതിനുശേഷമാണ് നിങ്ങൾ കണ്ടത് എൻ്റെ ജീവിതത്തിലുണ്ടായ വിഷയങ്ങൾ. പക്ഷേ സിനിമയും റിയലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദൃശ്ചികമാണ്. അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്കുണ്ടായത് ഇതിലേതാണ് റിയൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കത് അത് ചിലത് അങ്ങനെ സംഭവിക്കുന്ന. ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ കഥാപാത്രം എന്തു പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത്, അല്ലാണ്ട് മനഃപൂർവ്വം അത് എൻ്റെ ഈ റൈറ്റേഴ്സും സമ്മതിക്കില്ല. ഞാൻ വന്നിട്ട് ഇതും കൂടി കയറ്റിക്കോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുഴച്ചു നിൽക്കുന്നത് തന്നെയാണ്. അതിന് ഫീൽ ഉണ്ടാവില്ല. അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രസിഡന്റ് മുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയവും. കാരണം എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല, പക്ഷെ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും. ആ ദിവസത്തിനെ നമുക്ക് കാത്തിരിക്കാം. അല്ലെ സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല. സിനിമയിലൂടെ പറയുന്നത് എൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ. അതൊന്ന് വിജയ് ആൻഡ് ദിലീപായിട്ട് അത് ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ, ടൈറ്റിൽ കാർഡ് കണ്ടായിരുന്നു എല്ലാവർക്കും, ലൈക്ക് ഏതൊരു ദിലീപ് ഫാനിനും മനസ്സിൽ കൊള്ളുന്ന ഒരു ടൈറ്റിൽ കാർഡായിരുന്നു. അതിൽ ദിലീപേന്റെ നന്ദി സൂചകമായിട്ടുള്ള വാചകങ്ങൾ. ഈ ഒരു നിമിഷം ഇപ്പൊ മൂവി ഇറങ്ങി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുവാണ്. ഈ ഒരു നിമിഷം ആരാധകരോട് അല്ലെങ്കിൽ പ്രേക്ഷകരോടായിട്ട് ദിലീപേണ്ട എന്താണ് പറയാനുള്ളത്? 30 വർഷമായി ശരിക്കും ഞാൻ സിനിമയിൽ അഭിനയം തുടങ്ങിയിട്ട്. 91 ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്, വിഷ്ണുലോകം. അതിനുശേഷം ആ സമയത്തൊക്കെ മെമിക്രി ഉണ്ടായിരുന്നു. അവിടെയും ശരിക്കും പറഞ്ഞ പ്രേക്ഷകരായിട്ടുള്ള ബന്ധത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. 95 അഭിനയം തുടങ്ങി. ഈ 30 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷം ചെയ്യാനുള്ള അവസരം പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നു. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ഒരു വിജയം വേണമെന്ന്, അവനത് ആവശ്യമാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം അവർ ഓടി വന്നിട്ടുണ്ട്. ഈ സിനിമയെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എൻ്റെ ഒരു 100ാമത്തെ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോൾ ആ സിനിമ ഒരു പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ 150 വലിയ പ്രസക്തിയൊന്നുമില്ല. അതങ്ങനെ നടക്കും. ഒരു കലാകാരനെ സംബന്ധിച്ച് വിജയം ഉണ്ടാവും, പരാജയമൊക്കെ ഉണ്ടാവും, അതൊക്കെ. പക്ഷെ ചില മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞില്ല, ഒരു കലാകാരനെ സംബന്ധിച്ച് 100 സിനിമ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ 150 സിനിമ ചെയ്യാൻ സാധിച്ചു. ഇപ്പം എന്നേക്കാൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ഒരു മഹാ കലാകാരനാണ് ഈ ഇരിക്കുന്നത്. എൻ്റെ എണ്ണം പോലും പിടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. അമ്മാതിരി സിനിമകളുള്ള ഒരാളാണ്. അപ്പോ 100ാമത്തെ സിനിമ കഴിഞ്ഞ് 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ അതും യാദൃശികമായിട്ട് മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും ആ സമയത്ത്
ഒരു കുടുംബ പ്രേക്ഷകർക്കുള്ള ഒരു കഥയുമായിട്ട് എത്തുക എന്ന് പറയുന്ന ഒരു ദൈവനിയോഗമാണ്. അത് എനിക്ക് ഏറ്റവും വലിയൊരു വിജയം ആവശ്യമുള്ളൊരു സമയത്തേക്ക് വേണ്ടി വെച്ച ഒരു സിനിമ പോലെ. അതിനാണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി, പല പേരുകൾ പറഞ്ഞു. അവസാനമാണ് അവർ പറഞ്ഞ ഇത് പ്രിൻസിന്റെ കഥയാണ്, ഈ സിനിമയ്ക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി. അതാണ് കാരണം, ഇത് കുടുംബ പ്രേക്ഷകരുടെ സിനിമയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ ചെറുപ്പക്കാരികളും അതുപോലെ ആ ഒരു മധ്യപ്രായത്തിലേക്ക് കയറുന്ന ആളുകള്, പ്രായമായ ആളുകള് ഒക്കെ ഉള്ള, അതാണല്ലോ ഒരു കുടുംബം. എല്ലാവരും ചേർത്തിട്ടുള്ള ഒരു പാക്കേജാണ്. അല്ലാണ്ട് ഇത് യൂത്തിന്റെ സിനിമയാണ്, അല്ലെങ്കിൽ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള അങ്ങനെയല്ല. ഇതൊരു പാക്കേജാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂത്തിന്റെ സിനിമയല്ലേ? കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് 20 അല്ലെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സിനുള്ളിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ റീലിനും അതുപോലെ അവനവന്റെ ലൈഫിലെ ഓരോ പേഴ്സണൽ മൊമെന്റ്സും പബ്ലിക്കിനോട്, ഒരു സൊസൈറ്റിയോട്, ഒരു ലോകത്തിന് മുമ്പിൽ ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത് ചെറുപ്പക്കാർ തന്നെയാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പൊ അതിലെ ഒരു കഥാപാത്രത്തിനെ നമ്മളെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരാളെയാണ് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വേഷമാണ് റാണി ചെയ്തത്. റാണി ചെയ്ത ആ വേഷം ഇത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് പേരെ നമ്മളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അന്യമല്ല കഥാപാത്രം. ഈ സിനിമയിലെ മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് അന്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ചത് പ്രേക്ഷകര്. ആ പ്രേക്ഷകരോട് തീരാത്ത നന്ദിയും കടപ്പാടും അറിയിക്കുന്നു, എന്റെയും എന്റെ കുടുംബത്തിന്റെയും. ദിലീപേട്ടൻ പറഞ്ഞിട്ടില്ല അവര്. അത് അങ്ങനെയല്ല, അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കഥാപാത്രമാണ്. അതിന്റെ ഒരു സ്കെലിറ്റൻ മാത്രമാണ് അവർ നമുക്ക് തരുന്നത്. അതിന് മജ്ജയും മാംസവും എല്ലാം വെച്ച് പിടിപ്പിച്ച് അതിനൊരു സ്വഭാവം കൊണ്ടുവരേണ്ടതും അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. ഇപ്പൊ എനിക്കൊരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ഏറ്റവും നന്നാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അപ്പൊ അതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തിനും എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ആ കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 10-40 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ധ്യാനെ മനസ്സിലായോ? തന്നെയാണ് പറയുന്നത്. ധ്യാനെ, നീ ഇതൊരു ശ്രമത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള അതിപ്പോ ദിലീപ് ഞാനും ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ മാത്രമല്ല, ദിലീപ് മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഞാനും മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു ജോലിയുടെ ഒരു ഭാഗമായി തന്നെയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബാലൻ വക്കീലും ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അതായത് നമ്മൾ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ സിനിമയിൽ കണ്ട ആളുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് ഇപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് പുതിയ സിനിമകൾ തുടക്കക്കാരനെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത് ഈ സിനിമ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. സിദ്ദിഖേട്ടനോട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖേട്ടൻ അപ്പം തന്നെ അത് വളരെ ഒരു കൊച്ചുകുട്ടി പോലെ ശ്രദ്ധിച്ചെന്ന് കേട്ടിട്ട് സിദ്ദിഖേട്ടൻ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് അപ്പോൾ പറയാണ്. ഇവരെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും അവര് അത്രയും ഉത്തരവാദിത്തോടുകൂടിയും അത്രയും റെസ്പെക്റ്റോടു കൂടിയാണ് സിനിമയെ കാണുന്നത് എന്നുള്ളതാണ് അവരുടെ ഈ സിനിമ ലൈഫിൽ നല്ല നല്ല സിനിമകൾ അവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ആദ്യം തന്നെ ഞാൻ ദിലീപേട്ടന്റെ വലിയൊരു ഫാനാണ്. ഞാൻ സാധാരണ പോകാറുള്ള പോലെ അങ്ങനെ പോയതാണോ അതൊരു ഹിറ്റ് ഫിലിമിന്റെ ഭാഗമാൻ പോകുന്ന പോലെയാണോ പോയത്? നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന പോലെ പോയത് അല്ല. ബിൻഡോയും ഞങ്ങള് മലയാളി ഫ്രം ഇന്ത്യ സിനിമ ചെയ്തു. ബിൻഡോ ആയിരുന്നു അതിന്റെ ചീഫ് അസോസിയേറ്റ്, ഷാരിസ് ആയിരുന്നു അതിന്റെ എഴുത്തുകാരൻ. അപ്പൊ ആ സെറ്റിലാണ് വെച്ചിട്ടാണ് ബിൻഡോ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതും. അപ്പോ ബിൻഡോയുടെ ലൈഫാണ് സിനിമ. അപ്പൊ ബിൻഡോ അപ്പൊ ഈ കഥ പറഞ്ഞപ്പോഴേ ഈ ക്യാരക്ടർ ഉണ്ട്. 2 അനിയന്മാരുടെ കൂട്ടത്തില് ഞാനും എനിക്കൊന്ന് ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് എന്നെ ജോസൂട്ടിനായിരിക്കും. ആ കാസ്റ്റ് ചെയ്തല്ല, അവനെ ഡിഫോൾട്ടാ കയറി അവിടെ ഉണ്ട്. അപ്പോ അതെ, ഞങ്ങൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിൻഡോവിനോടും ഷാരിസിനോടുള്ള സൗഹൃദമാണ് ഈ സിനിമ വരാൻ മാത്രം. അല്ലിപ്പോ ഒരു ഹിറ്റ് കിട്ടിയല്ലോ, മനസ്സെന്തെങ്കിലും മാറിയോ അതോ ഇനി എല്ലാ ആഴ്ചയിലും ഇനി സിനിമ ഉണ്ടാവോ? ഒരെണ്ണം കൊണ്ടൊന്നും ചെയ്ത പാപങ്ങൾക്ക് സിദ്ദിഖായും ദിലീപേട്ടനുമുള്ള സിനിമ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ അച്ഛനും മോനുമുള്ള ആ കോംബോ വലിയ രീതിക്ക് ഈ സിനിമയിലും വർക്കായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണെങ്കിൽ തമാശ രീതിക്ക് പറഞ്ഞതാണെങ്കിലും
നിങ്ങൾ തമ്മിൽ തമാശകൾ പറഞ്ഞ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോഴും ഒരു സിനിമയെ വേണ്ടി നിങ്ങൾ ആ കോംബോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ആ ഒരു കോംബോ എങ്ങനെയാണ് ദിലീപ്? അതിപ്പോൾ ഞാനും ദിലീപും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ദിലീപിന്റെ സഹതാരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോഴും ഞാൻ എൻ്റെ കൂടെ മറ്റുള്ളവർ അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കും. അത് ഹ്യൂമർ മാത്രമല്ല, അല്ലാതെയും പല കാര്യങ്ങളും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഈ ഷാരിസിനോടും ബിൻഡോയോടും ചോദിച്ചാൽ അറിയാം, നമ്മളൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ, നമ്മളിങ്ങനെ ചോദിച്ച് അത് എത്ര കിട്ടിയാലും ഇത് പോരെ കൂടെ നന്നാക്കാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായിട്ട് ദിലീപും ഞാനൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ്. ഇനി ഷാരിസും ബിൻഡോ വന്നിട്ട് അത് വേണ്ട ഇവൻ എപ്പോൾ കേട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവരോട് രണ്ടുപേരും നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ പല നമ്മളുടെ സീനിയർ ആക്ടേഴ്സിന്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത്, നമ്മൾ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല. അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കാം, എല്ലാം കാണാം, പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം. അതിൻ്റെ മാസ്റ്റർ നമ്മളായിരിക്കണം, നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം. അത് വേറെ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു, അതിലൊന്ന് മോശമായിട്ട് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല, ടി വിയിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഇന്ന് നമുക്ക് ഉള്ള ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ്. ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം, ഇത് നമുക്ക് കാണണം. അതാണ് അത്. വേറെ ആളെ ഞാൻ ആരെ മോശമാവുന്നില്ല, കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ്, അത് അവരുടെ ജോലിയാണ്. കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അത് ചിലപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യാവുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിക്ക് പോകുന്നു. പക്ഷെ നമ്മൾ ആസ്വാദകര് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത്. റിവ്യൂസ് കാണാം, റിവ്യൂസ് കേൾക്കാം, റേറ്റിംഗ് കാണാം, എല്ലാവാം. പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിന്റെ പിന്നിൽ, ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ 12,000 കുടുംബങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ, നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്? അതിൽ നിന്നൊരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയായിട്ട് കണ്ടൂടെ, അങ്ങനെയും കാണാം. നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, അതിന്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും. നമ്മൾ എന്തിനാ നെഗറ്റിവിറ്റി പേറി കൊണ്ട് കിടക്കണം? അല്ല, ഒരാളെ മോശമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് ആയിരിക്കുകയോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടോ ഇല്ല. എന്നിട്ടോ എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചെയ്യല്ലേ കേട്ടോ, അല്ല ഇത് മോശമാട്ടോ, നിങ്ങൾക്ക് ഒന്നൊരു കറക്റ്റ് ചെയ്തൂടെ. അത് ഞാൻ ഉടനെ പോയി അതിനൂടെ പറയേണ്ട കാര്യമില്ല. എനിക്ക് അറിയാവുന്ന വ്യക്തി തന്നെ പറയും, അല്ലേ ഉണ്ടായിരിക്കും. ഇത് എന്റെ വ്യക്തിപരമായ പറയട്ടോ. ദിലീപേട്ടാ, ദിലീപേട്ട ഇവിടെ ഏറ്റവും പുറകിലാണ്. എവിടെയാ? അല്ല കുഴപ്പമില്ല, ഹാപ്പി അല്ലേ ദിലീപേട്ട? ഹാപ്പി അല്ലേ? ഓ താങ്ക് യു. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പൊ എന്ന് ഇതുപോലെ ഹാപ്പി ആയിട്ട് ഞങ്ങളെ ചിരിപ്പിക്കുക, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഈ വാക്കാണ് എനിക്ക് വേണ്ടത്. എന്റെ ക്വസ്റ്റ്യൻ ധ്യാനോട്. ഞാൻ ഹാപ്പിയാണ് ആവരുത് എന്നുള്ളത്. ശരിക്കും സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾക്കും പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണോ അങ്ങനെ ഒരു ഡയലോഗ് ഇച്ചിരി ഇമോഷണലി അത് പറയാനൊരു കാരണം? അല്ല, ഇമോഷണലി ശരിക്കും അത് പ്രിൻസ് എന്ന കഥാപാത്രം സംസാരിച്ചിരിക്കുന്നതാണ്. ഈ സിനിമയ്ക്ക് ഉള്ളൊരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ അവസ്ഥകളിൽ അല്ലെങ്കിൽ ആനുകാലിക സംഭവമായി ബന്ധപ്പെട്ട
ഒരു വലിയ വിഷയത്തെയാണ് ശരിക്കും പറഞ്ഞ ഈ കൊച്ചു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിനെ, കാരണം നമ്മളെല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു 95-99% ആൾക്കാരും അതിൽ സജീവമാണ് അല്ലേ? അപ്പൊ അതിൽ എടുത്തു വെക്കുന്ന അഭിപ്രായങ്ങൾ സത്യസന്ധമാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അഭിപ്രായമാണ്. അത് വേറൊക്കെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെയാണെന്ന് അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട്, ഒരു കാര്യത്തെ കുറിച്ചിട്ട്. അപ്പൊ അതുപോലെ തന്നെ പക്ഷെ ഈ ഒരു സിനിമ ഗംഭീര വിജയമാക്കുന്നത് അതിലെ എല്ലാവരുടെ ടേസ്റ്റും എല്ലാവരുടെ അഭിപ്രായവും എല്ലാം ഒരേ പോയിന്റിലേക്ക് വരുമ്പോഴാണ് സൂപ്പറായിട്ട് കേട്ടോ, ഗംഭീരമായിട്ട് കേട്ടോ, നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെയാണ്. നമുക്ക് അറിഞ്ഞൂടെ ഇതിന്റെ ചേരുവകൾ നമ്മൾ ഉദ്ദേശിച്ചിടുന്നു, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആവുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സിനിമയും. ആ ചേരുവകളുടെ ഫോമിൽ നമുക്ക് അറിയില്ല, അത് സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ആ സിനിമ പറയാം. പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം, ഇക്കയുടെ അഭിപ്രായം പറയാം. പക്ഷെ അത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സത്യം പറഞ്ഞ ഉർവശി ചേച്ചി ഇതിൽ ഒരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ക്യാരക്ടറിന്റെ അത് പറയുന്നതിന്റെ പ്രസക്തി നമ്മുടെ ലൈഫിൽ വളരെ അല്ലേ എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തിയേറ്ററിൽ അത്രയും കയ്യടി ഉണ്ടാക്കുന്നത്. അത് അതുപോലെ വാല്യൂ ഉള്ള ഇന്ന് നമ്മളുടെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാള സിനിമയുടെ, അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു നായികയാണ് അത് സംസാരിക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ആ വേഷം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നു നിന്നത് ഉർവശി ചേച്ചിയിലാണ്. ഞങ്ങൾക്ക് വേറൊരു മുഖം ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല. ഞങ്ങൾ ഉർവശി ചേച്ചിയുടെ അടുത്താണ് പോയിട്ട് ചേച്ചി ഈ വേഷം ചെയ്യണം, കാരണം ഈ സിനിമയ്ക്ക് ചേച്ചീനെ ആവശ്യമാണ്. ചേച്ചിക്ക് ചിലപ്പോൾ ഈ സിനിമ ആവശ്യമില്ലായിരിക്കും, പക്ഷെ ഈ സിനിമയിൽ ഈ കാര്യം പറയേണ്ടത് ചേച്ചിയായിരിക്കണം. കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോടാണ്. നിങ്ങൾക്ക് പോലും അതിനോട് ദേഷ്യം തോന്നിയില്ല. ഇപ്പൊ നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ക്യാമറയും മൈക്കുമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എത്ര പ്രഷറിലാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ടോപ്പ് ബോഡീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ. അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളോട് ശത്രുതയോ അല്ലെങ്കിൽ നിങ്ങളോട് പരിഭവമൊന്നുമില്ല. സങ്കടമുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെ അഭിനയിച്ചൊരു സിനിമയാണ് സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ സൊല്ലെ എന്ന് പറഞ്ഞ ചിത്രം. ആ സിനിമ ചെയ്യുമ്പോൾ ഒരു പത്രപ്രവർത്തകനോ ഒരു മാധ്യമ സുഹൃത്തോ എത്രത്തോളം അവനവന്റെ ലൈഫിൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും, നിങ്ങൾ എല്ലാവരും ഡിപ്രഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അങ്ങനെ ഒരുപാട് പ്രഷറിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുമ്പോഴും അതിന്റെ സത്യം എന്താണ് എന്നൊന്ന് അറിയണേ എന്നുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ അറ്റത്തും വേറൊരാളുടെ ജീവിതമുണ്ട്, വേറൊരാളുടെ കുടുംബമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയാ പറയണത് അഭിപ്രായങ്ങൾ പറയാം, അതും നമ്മളുടേത് മാത്രമായിരിക്കണം എന്ന് പറയണത്. അതുകൊണ്ടാണ് അത് ഈ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതൊരു അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതാവും, പിന്നെ അതിന്റെ ടാർഗറ്റ് ആവും, അതിന്റെ പ്രശ്നങ്ങളാവും. ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്. ദിലീപേട്ട ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വന്ന റിവ്യൂസിനെ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു അശ്വന്ത് ഗോക്കിന്റെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് ദിലീപേട്ടന്റെ എല്ലാ പടങ്ങളിലും ഭയങ്കര നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അത് ദിലീപേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, സിനിമയുടെ ഇതാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അത് അല്ല, പറഞ്ഞല്ലോ നേരത്തെ, അഭിപ്രായങ്ങൾ പറയാം, അത് വ്യക്തിപരമായിരിക്കണം. അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരോടും പറയുന്നത്, നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക, അല്ലെങ്കിൽ കാണണം തോന്നുക, കഴിക്കണം തോന്നുക, അത് ഫീൽ ചെയ്യണം തോന്നുക, തെറ്റുകൾ സംഭവിക്കുന്നതല്ലേ. നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും എല്ലാവരും, എല്ലാ കലാകാരന്മാരും, എല്ലാ നിർമ്മാതാക്കളും, എല്ലാ സംവിധായകരും, എഴുത്തുകാരും ചെയ്തിരുന്നത് ഈ സിനിമ ഹിറ്റാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ എത്ര സിനിമ ഹിറ്റാവും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല. അത് ദൈവാനുഗ്രഹവും അതുപോലെ നമ്മളുടെ സമയം, അതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടം, ഇങ്ങനെ ഒരുപാട് ചേരുവകൾ കൂടുമ്പോൾ ആണ് നമുക്ക് വലിയൊരു ഹിറ്റ് കിട്ടുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വലിയൊരു ആ ചേരുവകളെല്ലാം
കറക്റ്റായിട്ട് ഈ സിനിമക്ക് ഒത്തുകിട്ടി. അത് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അഭിനയിച്ച 150ാമത്തെ സിനിമയ്ക്ക് തന്നെ അത് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ദിലീപേട്ട അത് പിന്നെ എത്തിയ സന്തോഷമാണ് എല്ലാവർക്കും. തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരോടും ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് ആണ് പഴയ ഒരു ദിലീപേട്ടനെ കാണാൻ സാധിച്ചു. ഹ്യൂമറുകൾ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ആസ്വദിക്കുക, കുട്ടികളുമായിട്ട് വന്ന് ആസ്വദിച്ച് കണ്ടുപോകാൻ പറ്റും. ഇവരുടെ ചർച്ചയിലുണ്ടായ കാര്യങ്ങളാണ് അതെല്ലാം. കുറച്ചുകൂടി ഇമോഷണൽ ആയോ അത് കണ്ടപ്പോഴും? തീർച്ചയായിട്ടും. കാരണം നമ്മള് അത്രയും സിനിമകൾ ചെയ്യുകയും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഞാൻ ചെയ്ത മായ മോഹിനി, പച്ചക്കുതിര, സൗണ്ട് തോമ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ചുരുക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, ബിഗിനിങ് തുടങ്ങുകയല്ലേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയതിൽ കുറച്ച് കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് ചെയ്തത്. അതിന്റെ ക്യാപ്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീൽ ഉണ്ടാക്കണം. അത് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ ആ സിനിമയിലേക്ക്, നമ്മൾ അത്ര കാലം ചെയ്ത സിനിമയെ ഒരു നിമിഷം കൊണ്ട് ഓർമ്മിപ്പിക്കാന്ന് പറയില്ലേ, ആ ഓർമ്മപ്പെടുത്തലുണ്ടാക്കിയത് ഇവരുടെ ഇതാണ്. ഷാരിസ്, താങ്ക്സ് എ ലോട്ട്. നിങ്ങളല്ല സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഇച്ചിരി ഓവറാക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിലീപേട്ടൻ്റെ പാട്ടുകളിൽ ഒന്നാണ് തേരുറങ്ങ മുകില്. വളരെ വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ പാട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓവറാന്നറിയാം, രണ്ടുപേര് പാടുകയാണ്, നല്ല ഓവറാന്നറിയാം. എന്നാലും തേരിറങ്ങു മുകിലേ മഴ തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാമോ, ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു ദിലീപേട്ടൻ. പാട്ടോടൊന്നും അറിയില്ലായിരുന്നല്ലേ, എഴുത്ത് മാത്രം വിചാരിച്ചു. താങ്ക് യു. തന്നെ ആ BGM-ഉം ആ ഫോട്ടോസും ഭയങ്കര, ആ ഫോട്ടോസും BGM-ഉം ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അത് ആർക്കായാലും പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള ടൈറ്റിൽ ഇട്ടതിനെ കുറിച്ചാണോ? അല്ലല്ല, ടൈറ്റിൽ കാർഡ് സിനിമ തുടങ്ങുമ്പോഴുള്ള. വീണ്ടും വീണ്ടും ഒന്ന് ഓർമ്മിക്കുകയാണ് ചിത്രത്തെ കുറിച്ച് മാത്രം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ചെയർ ഇവിടെ അങ്ങോട്ട് പോവാം. അറേഞ്ച് ഉണ്ട് ഇത്രയും പേര്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മീനാക്ഷി മാധവി. ഈ ചിത്രത്തിൽ അന്ന എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മീഡിയ, ബാക്കി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു. ഞങ്ങളുടെ ഈ ഒരു ചെറിയ സെലിബ്രേഷൻ്റെ ഭാഗമാവാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് യു പറയാനുള്ളത് ഞങ്ങളുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ലിസിൻ സാറിനോടാണ്. താങ്ക് യു സോ മച്ച് സർ. പിന്നെ നമ്മുടെ സംവിധായകൻ ബിന്ദു ചേട്ടൻ, റൈറ്റർ ഷാരിസ് ക, ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ മമ്മി, ജസ് മമ്മി, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു നല്ലൊരു വിജയമായിട്ട് ഈ മൂവി വരണം എന്നുള്ളത്. അതുപോലെ തന്നെ വന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ മൂവി ഇത്രയും നല്ലൊരു ഹിറ്റിലേക്ക് എത്തിച്ച ഞങ്ങളുടെ പ്രേക്ഷകരോടാണ്. ഞങ്ങളെല്ലാവരെയും ഓരോരോ കഥാപാത്രങ്ങളെയും നിങ്ങൾ സ്വീകരിച്ചു നല്ല രീതിയിൽ. അതോടൊപ്പം തന്നെ വിമർശിച്ച എല്ലാവരോടും താങ്ക് യു പറയുന്നു. കാരണം നിങ്ങൾ ഇത്രയും വിമർശിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മൂവിക്ക് ഇത്രയും നല്ലൊരു വിജയം ലഭിച്ചതും. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ദിലീപേട്ട, താങ്ക് യു സോ മച്ച്. എൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ ഇത്രയും വലിയൊരു പ്രതിഭയുടെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം
എൻ്റെ കൂടെ ഉണ്ടാവണം ഇനിയും വരുന്ന പ്രോജക്ട്സിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. മീനാക്ഷി കണ്ടു സംസാരിക്കുന്നത് അവിടുന്ന് പുറകിലേക്ക് നിർത്തുക സ്പീക്കറിന്റെ അപ്പുറത്തേക്ക് ചേച്ചി കേട്ടോ. എൻ്റെ വടി ഇരിക്കില്ല, എൻ്റെ വടി ഇരിക്കില്ല, ഞാൻ പറഞ്ഞു ഞാൻ ചവിട്ടി പുറത്താക്കുക, എവിടെ ചവിട്ടിയാണ്ട് താങ്ക് യു. ചിത്രത്തിന്റെ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ, തിരക്കഥാകൃത്ത് ഷാരിഫ് മുഹമ്മദ്, ഒപ്പം ദിലീപേട്ടനെയും സിദ്ദിഖിനെയും ധ്യാനെയും ജോണി ആന്റണി സാറിനെയും റാണിയൊക്കെ അച്ഛൻ വീട്ടിലിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കൂടെ ഇരിക്കുക. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പഴയ വർഗീസേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നരേന്ദ്രപ്രസാദ്, ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണമെന്ന്. ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്, വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് എന്നേക്കും തിരിച്ച് സംവിധാനത്തിലേക്ക് വരണം. CID മൂസ 2 ഉണ്ടാവോ? ഉണ്ടാവും. ഉണ്ടാവും. ഇതാണ് CID മൂസ 2 ഇവിടെ അനൗൺസ് ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു. വലിച്ചു കിട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. 1 മിനിറ്റ്. ഇപ്പൊ എന്തായാലും എല്ലാവർക്കും ഉള്ളത് കൃത്യമായിട്ട് വിഹിതമൊക്കെ വെച്ച് നൽകിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ എല്ലാവരും? കഴിഞ്ഞിട്ടില്ല, ഒന്ന് നിക്കണേ. നിന്നെ കാരണം മാലപ്പടക്കം തിരികൊളുത്തി, സ്വാഭാവികമായിട്ടും പടക്കം മാല. ശരി, അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഹൈദരലി വിളിക്കും, എത്ര തവണ വിളിച്ചു രാത്രി? 4 നേരം തുരുതുരാ വിളി. ഞാൻ പറഞ്ഞു എന്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ അവൻ പഴയില്ല. അല്ലല്ലല്ല, ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം. അത് ഓണാവാത്ത ലാപ്ടോപ്പ്, അതിന് ഡിസ്പ്ലേ ലൈറ്റ് ഒന്നും വരില്ല, വർക്കാവാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്കുക. ഞാനിത് സ്റ്റോർ ചെയ്ത് തുടങ്ങി, ഞാൻ യാത്ര ചെയ്താന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം, അല്ലെങ്കിൽ ഞാൻ ആളിന്ന് രാവിലെ തന്നെ വിളിച്ചു, എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമില്ല കേട്ടോ, കഴിഞ്ഞല്ലോ. വേറെ ആരുമില്ല. അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം. കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ. അദ്ദേഹം ആ കടമ നിർവഹിച്ചു. കൃത്യമായി എന്തിന് BBC അടക്കം എന്ത് ചെയ്തു? ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിൽ എവിടെയോ എത്തി അതിന്റെ ഒരു. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരലി ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോ പറഞ്ഞു വന്നത്, ഈ സിനിമ ബിൻഡോയും ഹാരിസ് പറഞ്ഞൊരു സാധനം ഞാൻ ഇന്റർവ്യൂവിൽ ഇതിനകത്ത് കേട്ട കാര്യം എന്ന് വെച്ചാൽ, ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. കാരണം മാജിക് ഫ്രെയിംസ്, എനിക്കൊരു 10-12 വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട്. 2010 ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും. അപ്പൊ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക്. അപ്പൊ ആരാണ് ലിസ്റ്റിൻ? പേര് തന്നെ ഉണ്ട് ഒരു ഗുമ്മ്, പേരില്ലാണ് പകുതി. അപ്പൊ ഈ പേര് എവിടെയോ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ പേര് കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറയുന്ന അച്ഛന്റെ വായിൽ നിന്നാണ്. മലയാള സിനിമയിൽ ഇത്രയും വർഷം, 15 വർഷത്തോളം ഇങ്ങനൊരു ബാനർ, എത്രയൊരു ഡസനോളം പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു. പുതിയ എന്താ പറയണ്ടേ, തിയേറ്ററുകൾ, സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ. അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കെല്ലാം ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. കാരണം ഇത് ഷാരിസ് പറഞ്ഞ കാര്യമാണ്. കാരണം ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. ലിസ്റ്റിൻ സ്റ്റീഫന് വലിയൊരു കൈയടിയാവാം എന്ന് എനിക്ക് തോന്നുന്നു. പറയണ്ടൊക്കെ പറഞ്ഞില്ല, ഒക്കെ അടിച്ചിട്ടുണ്ട്.
അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരിസിനെ കുറിച്ചുമാണ്. കാരണം ഈ കഥ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ അടുത്തൊക്കെ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ്. പ്രിൻസ് ആയിട്ടല്ല, അന്നും ജിൻസ് തന്നെയായിരുന്നു. അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് എന്നുള്ള ചർച്ചകൾക്കിടയിൽ ദിലീപേട്ടൻ വരുന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും അന്ന് ചിന്തിക്കുന്നില്ല. കാരണം ദിലീപേട്ടനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടം വരെ എത്തുമോ, അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പൊ ബിൻഡോയുടെ ഏറ്റവും വലിയ സ്വപ്നം, കാരണം ബിൻഡോ ജനഗണമന ഷാരിസ് എഴുതുന്നു, ജനഗണമന ക്വീനില് ബിൻഡോ ഉണ്ടായിരുന്നു, നെയ്മർ അല്ലെങ്കിൽ. അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി. ബിൻഡോ പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപേട്ടൻ പറഞ്ഞ കഥ, മൂത്ത സഹോദരൻ ബാക്കി അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി. അപ്പൊ ഞാൻ ബിൻഡോ അതിനിടയിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ബിൻഡോനോട് പറഞ്ഞു, നീ ഈ കല്യാണം ഇപ്പൊ കഴിച്ചോ, പടം ഇറങ്ങുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു കല്യാണം, കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം. അപ്പൊ പറഞ്ഞു, സിനിമയല്ലേ അളിയ, എപ്പോഴാ എന്താന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ധൈര്യമായി ഇനി പെണ്ണുവീട്ടിൽ പോയിരിക്കാം, താമസിക്കാം. വലിയ വിജയം. ഈ ഒരു വിജയം എല്ലാവരുടെയും, ഇവരുടെ എല്ലാവരുടെയും ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അവസാനം ഒടുക്കം പറയാനുള്ളത്, ദിലീപേട്ടൻ തുടരും, ലിസ്റ്റിൻ സ്റ്റീഫനും തുടരും, ജോണി ചേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ലെജൻഡ്. വീട്ടിലിരിക്കാം, റെസ്റ്റ് ആവാം. പിന്നെ പലരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഇതിന്റെ. പക്ഷെ നിങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന ബുദ്ധിരാക്ഷസിനെ തിരിച്ചറിയണം. അതാണ് പറയാൻ പോകുന്ന കാര്യം. കാരണം പ്രൊമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക്, ദിലീപേട്ടൻ്റെ സിനിമയ്ക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യാണ്. അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ, ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപേട്ടൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു, ഇതിനെ മാർക്കറ്റ് ചെയ്യണം, ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരുത്തും, എങ്ങനെ ഇതിനെ എത്തിക്കാം, മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെ ഒരു കള്ളക്കഥ നനയാണ് പുള്ളി. അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഇതിന് മുന്നേ ഉള്ളൊരു മീറ്റില്, മീഡിയന്റെ മീറ്റില്, ലോഞ്ച് ട്രെയിലർ ടീസർ ലോഞ്ചിൽ അല്ലെ, മൂവി ലോഞ്ചിൽ അദ്ദേഹം ഒരു കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊളുത്തിയിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഹൈദർ അലി അല്ലെ അച്ഛൻ എനിക്ക് തോന്നുന്നു. കാരണം ബിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസാണ്. അപ്പം ഈ 150ാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്തും ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ 10 ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിലുള്ളത് കൊണ്ട് എനിക്കത് പോകണം. അപ്പോൾ ഞാൻ ബിൻഡോനോട് പറഞ്ഞു, ഞാൻ ഈ കുറച്ച് ദിവസമേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാതി വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു, ഇത്രയും ദിവസത്തിനുള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ ഈ പോണ്ട തിരക്കിലാണ്, ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ അങ്ങ് പോണം. അപ്പൊ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ, എടാ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുക, എന്തെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടി. ഞാൻ വിചാരിക്കും, ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരയില് അച്ഛനൊരു തൂണും ചാരി നിന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന ഒരു സീനുണ്ട്. ചോദിച്ചു കഴിഞ്ഞാ ഇത് അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, എടാ അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചിട്ടൊരു അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മാറിയെന്ന് ആലോചിക്കുക, ഇത് എന്തിനാണ്? ഷാരിസ് എഴുതി വെച്ചിട്ടുണ്ട്, ബിൻഡോ അത് കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാൾ ഇങ്ങനെ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഈ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാനൊരു ദിവസം പറയുന്നത്, നമ്മൾ ഇത്രയും ആത്മാർത്ഥത വേണോ? അപ്പൊ ഇത് എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ്, ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ. അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളൊക്കെ പോകുമ്പോൾ, ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോൾ സാധാരണ വരിക, പൈസ വാങ്ങിക്കുക, ജോലി ചെയ്യുക, പോവാ, അത്രയല്ലേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് അഭിനയിച്ച പടം
അല്ല ഞാനൊരു സഹനടൻ ഇല്ല, സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷം സിദ്ദിഖ, ദിലീപ്. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിഖും ദിലീപേട്ടനും കൂടെ ചർച്ചയാണ്. എടാ ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്, ഇവരുടെ കോമഡി. അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. അപ്പൊ ഷാരിസ് വന്നിട്ട് പറയും ഇതിലൂടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. അപ്പം ദിലീപേട്ടനും സിദ്ദിഖും ഈ തെണ്ടിക്കണ്ട ഈ കാലത്ത് ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? കാലം മാറി, പഴയ സാധനം ഇപ്പൊ വേണ്ട. സീരിയസ് ആയിട്ട് എടുക്കില്ല തമാശ. നിങ്ങളുടെ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്തോണ്ട് അപ്പൊ കൃത്യമായി ഞാൻ കാണുന്ന വെച്ചാൽ ഇവർ രണ്ടുപേരും സീൻ. അപ്പൊ എന്നോട് ചോദിക്കുന്നത് നിർത്തി. 2 ദിവസം കഴിഞ്ഞപ്പോ ഇവൻ എന്തിനാ വന്നെന്ന് പുള്ളിക്ക് മനസ്സിലായി. ദിലീപേട്ടൻ എന്നോട് വന്നിട്ട് എടാന്ന് വരുമ്പോഴേക്ക് തന്നെ മാറിപ്പോവും. പക്ഷെ പിന്നെ സിദ്ദിഖായിട്ട് ഇവർ ഒരു റാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു. ഷാരിസ് വരുന്നു, അത് വേണ്ടെന്ന് പറയുന്നു, അവര് മാറി നിൽക്കുന്നു. അപ്പൊ അഘോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഘോരാത്രം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ. ഏത് അന്ന് ഡേറ്റിലായിരുന്നു, ഞാനല്ലേ. അങ്ങനെ ഓ ഇല്ലല്ലോ, അങ്ങനെയല്ലോ സിദ്ദിഖ് നേരത്തെ പറഞ്ഞു. സിദ്ദിഖ് പറഞ്ഞ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നല്ലേ. ആ കുറെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ എന്നെയും ജോണി പോലെ ജോണി ചേട്ടനെയും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ചെറുപ്പക്കാർ ഈടായിട്ട് നമ്മള് ഹിറ്റ് കോമ്പോ അല്ലേ നമ്മൾ ഒരുമിച്ച്. അതെ. അപ്പൊ ഈ പ്രോസസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചത് അത് പറഞ്ഞിട്ട് പോവുക എന്നതിനപ്പുറം അതിനെക്കുറിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും, അല്ലെങ്കിൽ ഈ സീനിൽ എന്തെങ്കിലും ഒരു പഞ്ചില് അവസാനിപ്പിക്കണം, ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമന്റബിൾ എന്നതിനപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് ഇവർക്കിടയിൽ. അടുത്തതായി പറയേണ്ടത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി, ഈ സിനിമയുടെ നിർമ്മാതാവ്. ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദുവിനോട് ചോദിച്ചു ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല. അപ്പം ദിലീപേട്ടൻ പറഞ്ഞു പ്രമോഷനൊന്നും വേണ്ട, ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞേ. അതോ പ്രശ്നമില്ല പോയിട്ട് ഓക്കെ. കുറെ വണ്ടികളുണ്ടല്ലോ.